വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയിലെ പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഭരണഘടനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് എന്ത് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം, അതായത് പഞ്ചായത്ത് രാജ് എന്ന ഒരു സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഏതാണെന്നാണ്. ഓപ്ഷൻ 1 രാജസ്ഥാൻ, ഓപ്ഷൻ 2 ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ 3 മിസോറാം, ഓപ്ഷൻ 4 മേഘാലയ. അപ്പോൾ ഏതാണ് നമ്മുടെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? രാജസ്ഥാനാണ് കേട്ടോ. ഏതാണ്? രാജസ്ഥാനാണ്. അതായത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ ആദ്യമായി എന്ത് കൊണ്ടുവന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. പിന്നെന്താണ്? 1992 73-ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് ഭരണഘടന സാധുത നൽകിയത്. ഏതിലാണ്? 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജിന് എന്ത് നൽകിയത്? ഭരണഘടനാ സാധുത നൽകിയത്. അത് എപ്പോഴായിരുന്നു? 1992 അതിനെ തുടർന്ന് എന്താണ്? 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം പ്രധാനമന്ത്രി നരസിംഹറാവു പാസാക്കിയത്. ആരാണ് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി? നരസിംഹറാവു ആണ്. അതുകൂടാതെ എന്താണ്? പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അതെന്നാണ്? 1959 തന്നെയാണ് അതും നിലവിൽ വന്നത്. പക്ഷേ അതെന്താണ്? രണ്ടാമത്തെ സംസ്ഥാനം ഏതായിരുന്നു? ആന്ധ്രാപ്രദേശാണ്. എന്താണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനം കൂടിയാണ് എൻ്റെ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യ സംസ്ഥാനം ഏതാണ്? നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ രാജസ്ഥാനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അതായത് പഞ്ചായത്തുകളുടെ അല്ലേ, നമുക്കറിയാം ഓരോ പഞ്ചായത്തുകളുണ്ട് എന്നല്ലേ. അപ്പോൾ ഈ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ 1 അനുച്ഛേദം 40, ഓപ്ഷൻ 2 അനുച്ഛേദം 32, ഓപ്ഷൻ 3 അനുച്ഛേദം 19, ഓപ്ഷൻ 4 അനുച്ഛേദം 23. അപ്പോൾ ഏതാണ് നമ്മുടെ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 40 ആണ്. ഏതാണ്? അനുച്ഛേദം 40. അതായത് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് പഞ്ചായത്ത് രാജിന്റെ ഭരണഘടനാ സാധുത നൽകിയ ഭരണഘടനാ ഭേദഗതി അല്ലേ, നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഒരു ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? 73-ാം ഭേദഗതി. അതെപ്പോഴാണ്? 1992 എന്ത് നമ്മുടെ ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി പഞ്ചായത്ത് രാജിന്. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1993 ഏപ്രിൽ 24 എന്നാണ്. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡേറ്റും ഇതിൽ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏതാണ്? ഏപ്രിൽ 24, 2011 മുതൽ ആണ് എന്ത് ഏപ്രിൽ 24 ആചരിക്കുന്നത്. അതിന് മുമ്പ് എപ്പോഴായിരുന്നു? ഫെബ്രുവരി 19 ആയിരുന്നു എന്തായി ആചരിച്ചിട്ടുള്ളത്? ദേശീയ പഞ്ചായത്ത് രാജ് ദിനം. ഇപ്പോൾ എപ്പോഴാണ്? ഏപ്രിൽ 24. മുൻപ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫെബ്രുവരി 19. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഭാഗം 9 എന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഏതാണ്? ഭാഗം 9. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 40 അനുച്ഛേദം 40. ക്വസ്റ്റ്യൻ നമ്പർ 3, പഞ്ചായത്ത് രാജ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പഞ്ചായത്ത് രാജ് എന്ന ത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻ 1 ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ 2 മഹാത്മാഗാന്ധി, ഓപ്ഷൻ 3 MN റോയ്, ഓപ്ഷൻ 4 ബൽവന്ത് റായ് മേത്ത. അപ്പോൾ ഏതാണ് ഉപജ്ഞാതാവ്? ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആരാണ് ഉപജ്ഞാതാവ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. എന്നാൽ പിതാവ് ആരാണ്? പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്ത. ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ് നമ്മുടെ പഞ്ചായത്ത് രാജിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ആരാണ്? ബൽവന്ത് റായ് മേത്ത. എന്നാൽ അതിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെന്താണ്? ഗ്രാമസ്വരാജ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ മഹാത്മാഗാന്ധി. ഓർത്ത് വയ്ക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് എല്ലാ കാര്യങ്ങളും. അതായത് ഗ്രാമസ്വരാജ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ജനകീയ ആസൂത്രണം എന്ന
പദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് MN റോയ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തില്ലേ? അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് എന്താണ്? പഞ്ചായത്ത് രാജിൻ്റെ പിതാവ്, കൺഫ്യൂഷൻ ആവരുത്, പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റോയ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ നമ്പർ 4, പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി അല്ലേ? പ്രധാനമന്ത്രി ആരാണ്? പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി. കൺഫ്യൂഷൻ വരും, കാരണം നമ്മൾ ഒരു ഡൗട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് അല്ലേ വന്നത് പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആര് പറയാം? ജവഹർലാൽ നെഹ്റു. മാറിപ്പോകരുത്. എന്നാൽ പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? നമ്മുടെ നരസിംഹ റാവു ആണ്. ആരാണ്? നരസിംഹ റാവു ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? നരസിംഹ റാവു ആണ്. എന്നാൽ പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉണ്ടായ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അത് എന്നാണ്? 1959 എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് അത് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇത് ഏത് ഡേറ്റ് ആണെന്ന് ചോദിക്കാം. പ്രധാനമന്ത്രി നരസിംഹ റാവു പാസ്സാക്കിയത് എവിടെ? പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു ആണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1993 ഏപ്രിൽ 24 എന്നാണ് ചോദിച്ചാൽ എന്നാണ്? 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം പ്രധാനമന്ത്രിയായ നരസിംഹ റാവു പാസ്സാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ 5, പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. അതായത് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണം. സാധാരണ ചെയ്തത്, അതായത് ഭരണഘടനയല്ലാതെ ചെയ്തത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ 1 LM സിംഗ്വി കമ്മിറ്റി, ഓപ്ഷൻ 2 GVK റാവു കമ്മിറ്റി, ഓപ്ഷൻ 3 അശോക് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ 4 സെൻ കമ്മിറ്റി. അപ്പോൾ ഏതാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ് എന്ത്? പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. അപ്പോൾ എന്താണ് ഇത് LM സിംഗ്വി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1986 രാജീവ് ഗാന്ധി സർക്കാർ, ആരുടെ ആ ഭാഗം അവിടെയാണ് നോക്കുക, രാജീവ് ഗാന്ധി അടങ്ങിയിട്ടുള്ളത് അല്ലേ. 1986 രാജീവ് ഗാന്ധി സർക്കാർ LM സിംഗ്വിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനം ജനാധിപത്യത്തിനും വികസനത്തിനുമായി എന്ന ആശയം തയ്യാറാക്കാൻ നിർമ്മിച്ച ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയാണത് LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ്? LM സിംഗ്വി കമ്മിറ്റി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ 1 അശോക് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ 2 LM സിംഗ്വി കമ്മിറ്റി, ഓപ്ഷൻ 3 GVK റാവു കമ്മിറ്റി, ഓപ്ഷൻ 4 സെൻ കമ്മിറ്റി. അപ്പോൾ ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. അതായത് 1977 ഡിസംബറിൽ ജനതാ സർക്കാർ അശോക് മേത്തയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഒരു സമിതിയെ നിയമിച്ചു. അതാണ് ഇത് അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്തു? 1978 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും രാജ്യത്ത് തകർച്ചയിലായ പഞ്ചായത്തി രാജ് സംവിധാനം പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനും 132 ശുപാർശകൾ നൽകി. ജനതാ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തകർന്നതിനാൽ കേന്ദ്ര തരത്തിലുള്ള അശോക് മേത്തയെ സമിതിയിലുള്ള ശുപാർശകളുടെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അശോക് മേത്ത കമ്മിറ്റിയുടെ ചില ശുപാർശകൾ കണക്കിലെടുത്ത് കർണാടക, എവിടേക്കാണ്? കർണാടക, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങൾ പഞ്ചായത്ത് രാജ് പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം അല്ലേ, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. അത് എപ്പോഴാണ്? 1977. എന്നാൽ 1978 അവർ ശുപാർശകളൊക്കെ അവർ തള്ളി നീക്കി കളഞ്ഞു. എന്നാൽ നമ്മുടെ ഈ അശോക് മേത്ത കമ്മിറ്റിയിലൂടെ ചില ശുപാർശകൾ കണക്കിലെടുത്തിട്ടുണ്ട്. അതിൽ കണക്കിലെടുത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടക, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്തു? ഈ അശോക് മേത്ത കമ്മിറ്റി എന്ത് ചെയ്തു? ഇത് പുനരുജ്ജീവിപ്പിച്ചു അല്ലേ.
ക്വസ്റ്റ്യൻ നമ്പർ 7 പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം അല്ലെ അടിസ്ഥാനം എവിടെയാണ് നടത്തുന്നത്? ഓപ്ഷൻ 1 ഗ്രാമസഭ, ഓപ്ഷൻ 2 നഗരസഭ, ഓപ്ഷൻ 3 മുനിസിപ്പാലിറ്റി. എവിടെയാണ്? നമ്മുടെ ഗ്രാമസഭകളിലാണ് എന്ത് നടത്തുന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഗ്രാമസഭകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 243A ആണ്. ഏതാണ്? 243A ആണ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഗ്രാമസഭകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഓർത്ത് വയ്ക്കുക. ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വാറം പറഞ്ഞാൽ 1/10 ആണ്. പിന്നെ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പർ. 3 മാസത്തിലൊരിക്കലാണ് നമ്മൾ എന്ത് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് കേട്ടോ. പിന്നെ എന്താണ്? ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് എപ്പോഴാണ്? 1999, 2000 ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത്. അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ സംവിധാനത്തിലെ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഗ്രാമസഭകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ശുപാർശ ചെയ്ത സമിതി ഏതാണ്? അടുത്ത എന്താണ്? ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് എന്താണ് തന്നിട്ടുള്ളത്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ശുപാർശ ചെയ്ത സമിതി ഏതാണ്? ബൽവന്ത് റോയ്, അശോക് മേത്ത, ഹനുമന്ത് റാവു, GBK റാവു. ഏതാണ്? ബൽവന്ത് റോയ്. ബൽവന്ത് റോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടില്ലേ? ബൽവന്ത് റായിലാണ് എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ പഞ്ചായത്ത് രാജിൻ്റെ എന്താണെന്ന് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബൽവന്ത് റോയ് കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും മികച്ച പ്രവർത്തനത്തിലുള്ള നടപടികൾ പരിശോധിക്കുന്നതിന് നിർദ്ദേശിക്കുന്നതുമായി 1957 ബൽവന്ത് റോയ് മേത്ത സമിതിയെ നിയമിച്ചു. അപ്പോൾ ഇതിലുള്ള ശുപാർശകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കാൻ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും പഞ്ചായത്ത് സമിതികളും ജില്ലാ പരിഷത്തും രൂപീകരിക്കാൻ പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമാണ് വേണ്ടത്. പിന്നെ അതുകൂടാതെ എന്താണ്? ആസൂത്രണവും വികസനവുമായ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ. എന്താണ് പ്രാഥമിക ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ്? ആസൂത്രണവും വികസനവുമാണ് അല്ലേ. പിന്നെ എന്താണ്? പഞ്ചായത്തിൻ്റെ സമിതി നിർവഹണ സമിതിയും ജില്ലാ പരിഷത്ത് ഉപദേശക മേൽനോട്ട സമിതിയും ആയിരിക്കണം. പിന്നെ ജില്ലാ കളക്ടറിൻ്റെ ജില്ലാ പരിഷത്ത് അധ്യക്ഷനായിരിക്കും. അവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ സഹായിക്കുന്നതിന് വിഭവങ്ങൾ ലഭ്യമാകാനും അത് അഭ്യർത്ഥിച്ചു. അപ്പോൾ മെയിനായിട്ട് എന്താണ്? ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ശുപാർശ ചെയ്ത സമിതി എന്ന് ചോദിച്ചാൽ എന്താണ്? ബൽവന്ത് റോയ് കമ്മിറ്റിയാണ്. അത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇന്ത്യയിൽ ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് ഡാഷിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ലിസ്റ്റിലാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 1 യൂണിയൻ ലിസ്റ്റ്, ഓപ്ഷൻ 2 സമവർത്തി ലിസ്റ്റ്, ഓപ്ഷൻ 3 സംസ്ഥാന ലിസ്റ്റ്, ഓപ്ഷൻ 4 അവശിഷ്ടാധികാരം. ഇപ്പോൾ ഏതിലാണത്? സംസ്ഥാന ലിസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പഞ്ചായത്ത് രാജ് അറിയാം. എന്താണ്? നഗര, ഉപനഗര, മുനിസിപ്പാലിറ്റികൾക്ക് വിരുദ്ധമായി ഗ്രാമീണ ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ പ്രാദേശിക സ്വയംഭരണ സംവിധാനമാണ് എന്ത്? നമ്മുടെ പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. ഗ്രാമങ്ങളുടെ സ്വയംഭരണ സാക്ഷാത്കരിക്കുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളായിരുന്നു അത്. അപ്പോൾ എന്താണ്? നമുക്ക് വികസിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ. അപ്പോൾ ഇതിൽ സംസ്ഥാന ലിസ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടിക 7-ൽ 61 ഇനങ്ങളുടെ ലിസ്റ്റാണ് സംസ്ഥാന ലിസ്റ്റ് അല്ലേ. അതാണ് ലിസ്റ്റ് 2 എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ പഞ്ചായത്ത് രാജും വരുന്നുണ്ട്. അപ്പോൾ അതിൽ വനം, ബാങ്കിങ്, ഗതാഗതം മുതലായ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യുന്നതും കാണുന്നതുമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ എന്ത്? സംസ്ഥാന ലിസ്റ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് സംസ്ഥാന ലിസ്റ്റ് എന്താണ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്താണെന്നൊക്കെയുള്ള അല്ലേ, സ്റ്റേറ്റ് ലിസ്റ്റ് ഒക്കെ നമ്മൾ അതിൽ കൂടെ നോക്കി പോയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതിൻ്റെ ഓരോ പട്ടികകൾ, അതുപോലെ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അതിനകത്ത് വരുന്നതെന്നെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അതിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10 ഏത് അനുച്ഛേദമാണ് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഏത് അനുച്ഛേദമാണ്? നമുക്ക് ആർട്ടിക്കിൾ ഏതാണ് നമ്മുടെ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ 1 അനുച്ഛേദം 243A, ഓപ്ഷൻ 2 അനുച്ഛേദം 243B, ഓപ്ഷൻ 3 അനുച്ഛേദം 243C, ഓപ്ഷൻ 4 അനുച്ഛേദം 243D. നമുക്ക് അറിയാം 243 ആണെന്നുള്ളത്, പക്ഷേ അത് ഏതാണ്? A, B, O, C, O, D ഏതാണെന്ന് അറിയില്ല. അപ്പോൾ വൃത്തിക്ക് പഠിക്കുക, എന്നാൽ
മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പഠിക്കും 243 എന്ന് പഠിക്കും, പക്ഷേ ഏതാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് അനുച്ഛേദം 243A ആണ് എന്തിന് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243A ഗ്രാമസഭയെ പറ്റി പരാമർശിച്ചിരിക്കുന്നു. പഞ്ചായത്ത് പ്രദേശത്തെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ ഉൾപ്പെടെ ഗ്രാമസമ്മേളനമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. വർഷത്തിൽ 2 തവണ ഗ്രാമസഭ ചേരുന്നു. നിയമപ്രകാരം സംസ്ഥാന നിയമസഭ നൽകുന്നത് പോലെ ഗ്രാമത്തിൽ ഇത്തരം അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഇത് പ്രയോഗിക്കും. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഗ്രാമസഭ. കാരണം പഞ്ചായത്ത് രാജിൻ്റെ മെയിൻ അടിത്തറ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ഗ്രാമസഭയാണ്. അപ്പോൾ ഗ്രാമസഭ ഏത് അനുച്ഛേദത്തിലാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 243A യിലാണത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.